സ്തുതിക്ക് യോഗ്യനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. 2 കൊരിന്തോസ് 5-ാം അധ്യായം 7-ാം വാക്യം ഇങ്ങനെ പറയുന്നു: എന്തെന്നാൽ ഞങ്ങൾ നയിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്, കാഴ്ചയാലല്ല. ഞങ്ങൾക്ക് നല്ല ധൈര്യമുണ്ട്. ക്രിസ്തുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പ്രതികൂലങ്ങളുടെ മധ്യേ ദൈവം എപ്പോഴെങ്കിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യേ നിങ്ങളെ സഹായിച്ച കർത്താവ് ഇപ്പോഴും നിങ്ങളെ സഹായിക്കുവാൻ മതിയായ ദൈവമാണ്. ദൈവം എപ്പോഴും വിശ്വാസികളെ അന്വേഷിക്കുകയാണ്, സത്യവിശ്വാസികളെ മാത്രം. അതുകൊണ്ടാണ് വിശ്വാസികളോട് വചനം പ്രഖ്യാപിക്കുന്നത്: നിങ്ങൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുവിൻ. സ്നേഹമുള്ളവരെ, ദൈവം സകല നന്മകളും നമുക്ക് പ്രദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നാം വിശ്വാസത്തോടെ നടക്കണം, മാനസാന്തരപ്പെടണം. വിശ്വാസത്തോടെ നടക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് നമ്മോട് പലതും പറയുവാനും ചെയ്യുവാനും ഉണ്ടാകും. പത്രോസിന്റെ വിശ്വാസത്തിന്റെ ആഴം കണ്ടതുകൊണ്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞു: ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. സ്നേഹമുള്ളവരെ, ഒരു വിശ്വാസിയുടെ വിശ്വാസത്തിന്റെ ആഴമനുസരിച്ച് ദൈവം പ്രവർത്തിക്കും. ഒരു ചെറിയ കടുകുമണിയോളം വിശ്വാസമാണ് നിനക്ക് ഉള്ളത് എങ്കിൽ അത്രമാത്രം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കാത്തിരിക്കുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നു: കാഴ്ചയാലുള്ള ജീവിതം നയിക്കുന്നത് മാറ്റി വിശ്വാസത്തിലുള്ള ജീവിതം നയിക്കൂ. 1 കൊരിന്തോസ് 16-ാം അധ്യായം 13-ാം തിരുവചനം ഇങ്ങനെ വ്യക്തമാക്കുന്നു: നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ, വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവിൻ, പൗരുഷവും കരുത്തും ഉള്ളവരായിരിക്കുവിൻ. ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് തുല്യനായിരിക്കണം ഒരു വിശ്വാസി എന്നാണ്. കർത്താവ് പറയുന്നു: എന്റെ അടുത്ത് വന്ന് എന്റെ വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആഴത്തിൽ കുഴിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യനോട് സദൃശ്യനാണ്. തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഓരോ കാലത്തിലും ഇപ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ സമയം നാം ഏതെല്ലാം തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ, കർത്താവിനോട് നമുക്ക് മാപ്പ് ചോദിക്കാം. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ കരുണ നമ്മുടെ മേലും ലോകം മുഴുവനും ഉണ്ടാകട്ടെ. ആകുലതയിൽ അടിമപ്പെട്ട് നിരാശരായിരിക്കാതെ നമ്മുടെ കർത്താവിന് എത്രയോ നല്ല ദൈവമാണെന്ന് തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഇന്നുവരെയും നിലനിൽക്കുന്നത് എന്റെ കഴിവിന്റെയും എന്റെ ബലത്തിന്റെയും ശക്തിയാലല്ല. കാരണം അത് ദൈവകൃപയും ദൈവത്തിന്റെ ദയയുമാണ്. ഞാൻ ആയിരിക്കുന്നത് ദൈവകൃപയാലാണെന്ന് ഓരോ വിശ്വാസിയും വിശ്വസിച്ചുകൊണ്ട് കർത്താവിനെ നമുക്ക് പുകഴ്ത്തി ആരാധിക്കാം. അവിടുന്ന് എത്രയോ വലിയവനാണെന്ന് തിരിച്ചറിഞ്ഞ് സ്തുതിക്ക് യോഗ്യനായ ഒരേ ഒരു കർത്താവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച് ജയാളിയായി വിജയം വരിച്ച കർത്താവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ചേർന്ന് കർത്താവിനെ ആരാധിച്ച് പുകഴ്ത്തി പാടാം. ഓ ജീസസ്, യേശുവിനെ, ആമേൻ. ക്രൂശിലെ ജയാളിയെ ഹല്ലേലൂയ സ്തുതിച്ചിടാം. യേശുവിനെ സ്തുതിക്കവൻ യോഗ്യനല്ലോ. പുകഴ്ത്തിയിടാം യേശുവിനെ, യേശുവിനെ, ഓ ഗ്ലോറി. ക്രൂശിലെ ജയാളിയെ, ആമേൻ. സ്തുതിച്ചിടാം യേശുവിനെ, സ്തുതിക്കവൻ യോഗ്യനല്ലോ. അതുകൊണ്ട് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. യേശുവിനെ ആരാധിക്കാം, ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. നമുക്ക് വിശ്വസിച്ചുകൊണ്ട് പറയാം: ഞാൻ കർത്താവെ അങ്ങിൽ വിശ്വസിക്കുന്നു. എന്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് എന്റെ അധരം കൊണ്ട് ഏറ്റുപറയുന്നു: ഏക രക്ഷകൻ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഒന്നിനെ കുറിച്ചും ആകുലരാകാൻ പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും നമുക്ക് കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാം. ആമേൻ. യേശുവിനെ, ഹല്ലേലൂയ. നമുക്ക് വിശ്വസിക്കാം. ഓ ഏകരക്ഷകനെ, ഏകരക്ഷകനെ ഏറ്റുപറയാം യേശുവിനെ,
കർത്താതി കർത്താവിനെ. അതുകൊണ്ട് ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ, ആരിലും ഉന്നതനായ കർത്താവിനെ. ഓ ഗ്ലോറി, അധികാരമുള്ളവനെ. ഹല്ലേലൂയ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. സ്നേഹമുള്ളവരെ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ നിറത്തെയോ തലമുടിയുടെ നിറത്തെയോ എന്നേക്കുമായി മാറ്റുവാൻ സാധിക്കുകയില്ല. എന്നാൽ മറിച്ച് നമ്മുടെ മനസ്സ് മാറ്റുവാൻ സാധിക്കും. അതുകൊണ്ട് നമുക്ക് നമ്മുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാം, എനിക്കൊരു കർത്താവുണ്ട്. ഘോഷിക്കുവാൻ, ആരാധിക്കുവാൻ, അവിടുത്തെ സ്തുതിക്കുവാൻ എനിക്കൊരു ദൈവമുണ്ട്. എന്നെ അറിയുന്ന, എനിക്ക് ജീവനും ജീവശ്വാസവും തന്ന ഒരു കർത്താവിനെ ഞാൻ സ്നേഹിക്കും. എല്ലാ കാലത്തും എന്നെ സ്നേഹിച്ച ആ കർത്താവിനോട് ചേർന്ന് ഏറ്റവും പ്രിയനായ ഓ ഗ്ലോറി, ഹല്ലേലൂയ, ജീസസ്. യേശുവിനെ ഇന്നുമെന്നും അനന്യനെ. ആമേൻ. സ്നേഹിച്ചിടാം യേശുവിനെ, ഏറ്റവും പ്രിയനായോനെ. ഹല്ലേലൂയ. സേവിച്ചിടാം യേശുവിനെ, ഇന്നുമെന്നും അനന്യനെ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം, വണങ്ങിടാം കുഞ്ഞാടിനെ, ആരിലും ഉന്നതനായ കർത്താവിനെ. ഓ ഗ്ലോറി, ആരാധിക്കാം, ആരാധിക്കാം ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. നമ്മുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് നമുക്ക് മോചനം നേടാം. നമ്മെ ഒരിക്കലും കൈവിടാത്ത ദൈവത്തിൽ ആശ്രയിച്ച് നുറുമേനി ഫലം നൽകുന്ന കർത്താവിനെ നമുക്ക് വിളിച്ചപേക്ഷിക്കാം. നമുക്ക് ഘോഷിക്കാം, നമുക്കൊരു ദൈവമുണ്ട്. ഈ കർത്താവിന്റെ നാമം എല്ലാ നാമങ്ങൾക്കും മേലായി ഉയർന്നു നിൽക്കട്ടെ. ഹല്ലേലൂയ. സത്യസുവിശേഷത്തെ ഓ ജീസസ് നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. വിശ്വാസത്തോടെ നമുക്ക് പ്രഖ്യാപിക്കാം, ഘോഷിച്ചിടാം യേശുവിനെ, സത്യസുവിശേഷത്തെ നോക്കി പാർക്കാം യേശുവിനെ, വീണ്ടും വരുന്നവനെ. ആരാധിക്കാം, ആരാധിക്കാം യേശുവിനെ. ഓ ഗ്ലോറി, അധികാരമുള്ളവനെ. ഹല്ലേലൂയ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനായ യേശുവിനെ. ആരാധിക്കാം യേശു ക്രിസ്തുവിനെ, അധികാരമുള്ളവനെ. ഹല്ലേലൂയ. വണങ്ങിടാം ദൈവ കുഞ്ഞാടിനെ, ആരിലും ഉന്നതനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ, മഹത്വപ്പെടുത്തുന്ന കർത്താവേ, വിശ്വാസത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. യേശുവേ, മഹത്വം, മഹത്വം, മഹത്വം. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന സകല മക്കളെയും അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നമ്മെ എല്ലാവരെയും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം തന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.